പ്രഗ്നൻസി തന്നെ ഒരു ഫുൾ ടൈം ജോബാണ്. അപ്പോൾ ഒരു പ്രഗ്നൻറ്റ് വുമൺ ഒരു ഫുൾ ടൈം ജോബിലാവുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഗ്നൻറ്റ് വുമൺ 2 ഫുൾ ടൈം ജോബ് ചെയ്യുന്ന പോലെയാണ്. പ്രഗ്നൻസിയിൽ ടയേർഡാവുക, സ്ട്രെസ് ഉണ്ടാവുക, എപ്പോഴും വിശപ്പ് തോന്നുക, മോർണിംഗ് സിക്നെസ്, ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല ലേഡീസും എങ്ങനെയാണ് ഞാനിത് ഓഫീസിൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന ഒക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഓഫീസിൽ ഫേസ് ചെയ്യുന്നത്? നമ്പർ 1 പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ പ്രോബ്ലംസ് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ എപ്പോഴും വിചാരിക്കും രാത്രി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻറ്റ് ലേഡി പകൽ ഉറങ്ങണ്ടാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പകൽ ഫെറ്റീഗ് ഏത് പ്രഗ്നൻറ്റ് ലേഡിക്കും തോന്നിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം. ഒരു ചെറിയ ബ്രേക്ക്, നടക്കാനുള്ളൊരു ബ്രേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ക്യാബിനിൽ തന്നെ ഒരു 10 മിനിറ്റ്സ് ഒരു കാലം നീട്ടി കണ്ണടച്ചിട്ടൊരു ബ്രേക്ക്, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഡീഹൈഡ്രേഷൻ തോന്നാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കെപ്പോഴും ടയർഡായിട്ട് തോന്നും, വിശപ്പ് തോന്നും. ഇതൊക്കെ ഫിസിക്കൽ സ്ട്രെസ്സസ്സാണ്. ഇതിലേറ്റവും കൂടുതൽ മെൻറ്റൽ സ്ട്രെസ്സസ്സാണ്. എപ്പോഴും ലേഡീസിന് ഒരു ഗിൽറ്റ് തോന്നും, ഞാൻ പ്രഗ്നൻസി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിനോടും എൻ്റെ വയറിനകത്തുള്ള കുട്ടിയോടും ചെയ്യുന്നൊരു ജസ്റ്റിസ് ആണോ? കാരണം നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വേറെ കുറേ ലേഡീസ് വളരെ കൺവീനിയൻ്റ് ആയിട്ട് മെറ്റേണിറ്റി പീരീഡിൽ 9 മന്ത്സ് വീട്ടിൽ റിലാക്സ് ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച്, നല്ല മൂവീസ് മാത്രം കണ്ട്, നല്ല പാട്ട് മാത്രം കേട്ടിട്ട് നടക്കുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു എലമെൻറ്റ് ഓഫ് ഗിൽറ്റ് വർക്കിംഗ് ലേഡീസിന് അങ്ങനെ വരും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്യാൻ പാടുണ്ടോ? ഈ സ്ട്രെസ്സ് എൻ്റെ കുട്ടിയെ ബാധിക്കില്ലെന്ന്. അങ്ങനൊരു മെൻറ്റൽ സ്ട്രെസ് നമ്മൾ പേഴ്സണലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫീസിൽ തന്നെ ധാരാളം എക്സിസ്റ്റിംഗ് സ്ട്രെസ്സസ് ഉണ്ട്. ഡെഡ് ലൈനിൻ്റെ സ്ട്രെസ് ഉണ്ട്, നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ്സസ്, പെട്ടെന്നൊരു ഡാമേജ് വരുന്നു, അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്, ക്രൈസിസ് വരുന്നു, അതിൻ്റെ ഡിസിഷനിലൊരു സ്ട്രെസ് ഉണ്ട്. ഈ പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് പെട്ടെന്നൊരു ലൊക്കേഷൻ ചേഞ്ച് വരികയാണ്, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് വർക്ക് ചെയ്യാൻ ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഓഫീസ് ഷിഫ്റ്റ് വരികയാണ്. ഇതൊക്കെ വീണ്ടും അനദർ മെൻറ്റൽ സ്ട്രെസ്സാണ്. ഫിസിക്കൽ സ്ട്രെസ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, മെൻറ്റൽ സ്ട്രെസ്സ് നമ്മൾ ഇൻറ്റേർണലി ഹാൻഡിൽ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രഗ്നൻസി ഒരു ഡിസീസല്ല, പക്ഷേ ഇതൊരു കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ പ്രഗ്നൻ്റാണ്, ഇതാണ് എൻ്റെ പ്രഗ്നൻസി പ്ലാൻ, ഈ ദിവസം മുതലാണ് ഞാൻ മെറ്റേണിറ്റി ലീവിന് പോകാൻ തോന്നുന്നത്. പിന്നെ ഓരോരോ സമയം ഡിസ്കംഫർട്ട് തോന്നുമ്പോൾ നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബോസിൻ്റെ അടുത്ത് വെക്കണം. അവർക്കറിയില്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്. സോ നമ്മുടെ പ്രോബ്ലംസ് ആദ്യം തന്നെ വെക്കുക. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, എല്ലാ കാര്യത്തിലും നമ്മൾ ഭയങ്കര പെർഫെക്ഷൻ, ഓവർ പ്രയോറിറ്റൈസിങ് അല്ലെങ്കിൽ ഓവർ കമ്മിറ്റിങ് ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യണം. ഈ 9 മന്ത്സ് നമുക്ക് 2 സ്ഥലത്തും, പ്രഗ്നൻസിയിലും പിന്നെ ഓഫീസിലാണെങ്കിൽ പെർഫെക്ഷൻ വേണ്ടെന്ന് വെക്കണം. ഒത്തിരി പേര് പെർഫെക്ഷൻസ്, ലേഡീസ് വളരെയധികം വെൽ നോൺ ആണ്, പെർഫെക്ഷനിസ്റ്റും പിന്നെ ഓവർ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പിന്നെ ഓവറായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരാണ്. സോ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആകുക, അല്ലെങ്കിൽ ഒത്തിരി കമ്മിറ്റ്മെൻറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പെർഫെക്ഷനിൽ പോവുക, ഇത് നടക്കില്ല എന്ന് ആദ്യം മനസ്സിൽ കരുതുക. എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജോബിലുള്ള കാര്യം, അതങ്ങ് പ്രയോറിറ്റൈസ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ആ പ്രഗ്നൻസി പീരീഡിൽ എടുക്കേണ്ടത്, കാരണം അത് സ്ട്രെസ്സായിരിക്കും. നമ്മൾ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കണം, ഒത്തിരി ഡൗൺ ടൈം നമുക്കുണ്ടാകും പ്രഗ്നൻസിയിൽ. ഇടയ്ക്ക് വാഷ്റൂം ബ്രേക്ക്, ഇടയ്ക്കൊന്ന് നടക്കാൻ പോവുക, കാലിലൊക്കെ നമുക്ക് സ്വെല്ലിങ് വരും, അപ്പോൾ നമ്മളൊന്ന് നടക്കാൻ പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നൊരു ബ്രേക്ക്. ഇത്രയും ബ്രേക്സ് നോർമലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത്രയും ടൈം നമ്മൾ മേ ബി ഒരു ദിവസം മേ ബി ഈവൻ 1 അവർ നമുക്ക് ചില ദിവസങ്ങൾ പ്രഗ്നൻസിയിൽ നമുക്ക് ഡൗൺ ടൈം എടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് ഡെയിലി ഡൗൺ ടൈം ഉള്ളൊരു സിറ്റുവേഷനിൽ ഒത്തിരി ഓവർ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പറ്റില്ല. പ്രഗ്നൻസി ടൈമിൽ ഒരു പുതിയ പ്രോജക്റ്റ് വരികയാണെങ്കിൽ കറക്റ്റ്ലി ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, പ്രോജക്റ്റിൻ്റെ ഏത് ഭാഗങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഏത് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യണം. പ്രഗ്നൻ്റ് ആണെന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറ്റില്ല എന്ന് പറയരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ആസ് എ പ്രൊഫഷണൽ നമ്മൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലിസം നമ്മൾ തീർച്ചയായും മെയിൻറ്റെയിൻ ചെയ്യണം. പ്രഗ്നൻസി ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അത് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയറായിട്ട് നമുക്ക് വി ക്യാൻ പ്രയോറിറ്റൈസ് ഇറ്റ്. പിന്നെ വലിയൊരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ
അത് ചങ്ക് ഡൗൺ ചെയ്യണം. ആ വലിയൊരു പ്രോജക്റ്റിനെ നമ്മളൊരു 5 സ്മോൾ പ്രോജക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ 7 പ്രോജക്ട്സ് സ്മോൾ പ്രോജക്ട്സ് ആയിട്ട് അതിന് നമ്മൾ ഡെഡ് ലൈൻ വെച്ചിട്ട് ടുവേർഡ്സ് ബിഗ് പ്രോജക്റ്റാണ്. നമ്മളതൊരു വലിയ പ്രോജക്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഒത്തിരി ചാലഞ്ചിങ് ആയി തോന്നും. പക്ഷെ അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ പ്രോജക്റ്റിനുള്ള ഈ 7 കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഡെഡ് ലൈൻ ഇത്ര ഞാൻ തീർക്കും, അടുത്ത വീക്കെൻഡ് ഇങ്ങനെ തീർക്കും എന്ന് പറഞ്ഞാൽ ഓരോരോ സെഗ്മെൻറ്റിലും നമ്മൾ ഡെഡ് ലൈൻ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ പ്രോജക്റ്റായിട്ട് തോന്നില്ല. പ്രഗ്നൻസി ടൈം തന്നെ വളരെ സ്ട്രെസ്ഫുള്ളാണ്, വളരെ ചാലഞ്ചിങ് ടൈമാണ്. അത് മനസ്സിലാക്കിയിട്ട് കൊളീഗ്സിനോട് ചോദിക്കാം. നമ്മൾ ഓഫീസിൽ എന്തായാലും നമ്മളെ മുമ്പായിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടാവും. അവരോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയായിരുന്നു പ്രഗ്നൻസി പ്രോബ്ലംസ്. ബാക്കിയുള്ള മെയിൽ കൊളീഗ്സ് എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യും, എങ്ങനെയായിരിക്കും ബോസിൻ്റെ അപ്രോച്ച് നമ്മൾ പ്രഗ്നൻസിനെ കുറിച്ച് പറയുമ്പോൾ ആക്സെപ്റ്റഡ് ആണോ, എന്താണ് ഓഫീസിൽ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ മെറ്റേണിറ്റി റൂൾസ്, എങ്ങനെയാണ് അവരെ ലീവ് ഉള്ളത്, വർക്കിംഗ് ഫ്രം ഹോം ഓപ്ഷൻ ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലേഡീസിനോട് നമുക്ക് വി ക്യാൻ ആസ്ക് ഫോർ എക്സ്പ്ലനേഷൻ. അത് വെച്ചിട്ട് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും നമ്മളെ പ്രഗ്നൻസി സിറ്റുവേഷൻ ഓഫീസിലും. അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒത്തിരി ലേഡി കൊളീഗ്സ് ഓൾറെഡി പ്രഗ്നൻ്റ് ആയവർ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മളെ ടീമിൽ മെയിൽ കൊളീഗ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കണം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഡെഡ് ലൈൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രൊഫഷണലി നമ്മളത് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഫസ്റ്റ് 3 months നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ മോർണിംഗ് സിക്നെസ്സിൻ്റെയും ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ്. അത് ഫസ്റ്റ് പ്രഗ്നൻസിയാണ് എല്ലാവരും സർപ്രൈസാണ്. അപ്പോൾ നമ്മളൊരു പുതിയ ജോബ് ജോയിൻ ചെയ്യുന്ന പോലെയാണ് ശരിക്കും നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിയിലോട്ട് പോകും. ഒത്തിരി ലേണിംഗ് ഉണ്ട്, ഒത്തിരി ട്രയൽ ആൻഡ് എറർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒത്തിരി നമുക്ക് മോർണിംഗ് സിക്നസ്, ഏക്സ് ആൻഡ് പെയിൻസ് അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അവിടെയും ചിലപ്പം നമ്മുടെ പ്രൊഫഷണലിസത്തിനൊരു ഒരു ചാലഞ്ച് വന്നേക്കാം. അത് നമ്മൾ വളരെ നന്നായിട്ട് ഡീൽ ചെയ്യണം. മോർണിംഗ് സിക്നസ്സിനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാരണം എല്ലാവർക്കും അറിയാം രാവിലെ ഒരു ഛർദി പ്രഗ്നൻസിയുടെ ഒരു ഭാഗമാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് മോർണിംഗിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റീവ് ടൈം നമുക്ക് 11 മണി കഴിഞ്ഞിട്ട് ആക്കിയെടുക്കാം. പിന്നെ മേ ബി നമുക്ക് കുറച്ച് ലേറ്റായിട്ട് വരാൻ പറ്റുന്ന സിറ്റുവേഷനാണെങ്കിൽ ആ ഒരു 1 hour നമുക്ക് ഈവനിങ്ങിൽ എക്സ്ട്രാ ഞാൻ വർക്ക് ചെയ്തോളാം. കാരണം എനിക്ക് മോർണിംഗ് സിക്നസ് ഉള്ള കാരണം എനിക്ക് രാവിലെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ആ 1 hour എക്സ്ട്രാ ഞാൻ ഈവനിങ്ങിൽ വർക്ക് ചെയ്തോളാം എന്നുള്ള ഒരു ആവശ്യം നമുക്ക് മുന്നോട്ട് വയ്ക്കാം. കാരണം മോർണിംഗ് സിക്നസ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ള പ്രഗ്നൻ്റ് ആയ എല്ലാ ലേഡീസിനും അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെ അതുപോലെ തന്നെ ലാസ്റ്റ് 3 monthsലും നമുക്ക് ആങ്സൈറ്റിയാണ്. കാരണം ഡെലിവറി ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ട്. മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് നമ്മൾ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ തീർക്കണം, നമ്മൾ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണം, പ്രഗ്നൻസിക്ക് പോകുന്നതിന് മുമ്പ് ഓഫീസിൽ എല്ലാ കാര്യം വൈൻഡപ്പ് ചെയ്യണം, അത് അടുത്തൊരാൾക്ക് വേണ്ടി ടെമ്പററി ഹാൻഡ് ഓവർ ചെയ്യണം, നമ്മൾ തിരിച്ചു വരുന്നുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കണം. ഇത്രയും കാര്യങ്ങൾ അറ്റ് ദ സെയിം ടൈം 3rd ട്രൈമസ്റ്ററിലാണ് നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ്സ് കൂടുന്നത്. ആ സമയത്താണ് കുട്ടിയുടെ ഗ്രോത്ത് കൂടുന്നത്, നമുക്ക് ഒത്തിരി വെയിറ്റ് കൂടുതലായി തോന്നുന്നത്. അത് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ള വീണ്ടും ടൈമാണ് ഒരു 3rd ട്രൈമസ്റ്റർ. ആ ഒരു ട്രൈമസ്റ്റർ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എങ്ങനെ ചെയ്തു അതേപോലെ തന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രൊഫഷണലിസം ഒരിക്കലും നമ്മൾ വിടാൻ പാടില്ല. കാരണം നമ്മളെ ചോയ്സാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ചോയ്സാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നത്. ഇത് രണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. വീട്ടിലിത് സ്ട്രെസ്സ് കുറയ്ക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ 50% സ്ട്രെസ്സ് വീട്ടിൽ ഹസ്ബൻഡ് ഏറ്റെടുത്തേ പറ്റും. ഹസ്ബൻഡ് വളരെ ബിസി ജോബായിരിക്കും, പക്ഷേ ഇത് പ്രഗ്നൻ്റ് ആകുന്നത് ഒരു ഫാമിലി റിക്വയർമെൻറ്റാണ്. ലേഡീസ് പ്രഗ്നൻ്റ് ഫാമിലി. അപ്പോൾ 50% ഓഫ് ദ ജോബ് ഹസ്ബൻഡ് അവിടെ ഇൻപുട്ട് ചെയ്താൽ മാത്രമാണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒരു വർക്കിംഗ് വുമണിന് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഓഫീസിൽ 24 hour ഓഫീസിൽ ഫുൾ എല്ലാ വർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ വർക്കും ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഏത് പ്രഗ്നൻ്റ് വുമണും സ്ട്രെസ്ഡ് ഔട്ട് ആവും. അങ്ങനെ നമ്മളെ മേലെ വരുന്നൊരു സ്ട്രെസ്സിന് ഒരു സൊല്യൂഷൻ ഇല്ല. കാരണം നമ്മൾ വീട്ടിൽ പോയിട്ടും അതേപോലെ വർക്ക് ചെയ്യണം. നമ്മളെ ബോഡിക്ക് നോർമൽ വേണ്ട റെസ്റ്റിനെക്കാളും കൂടുതൽ റെസ്റ്റ് ആവശ്യമുള്ള ഒരു ടൈമിൽ പ്രഗ്നൻസി. സോ നമ്മളൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. വീട്ടിലും ഇതേപോലെ പ്രയോറിറ്റൈസ് ചെയ്യാം ഏത് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഫുഡ്, ക്ലോത്ത്സ്, ക്ലെൻലിനെസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വീട്ടിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചോദിക്കണം. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് ഹസ്ബൻഡിൻ്റെയോ മദറിൻ്റെ സപ്പോർട്ടോ അത് വേറെ സപ്പോർട്ട് സിസ്റ്റമിൽ നമ്മൾ ചോദിക്കണം. കാരണം ആരും നമ്മളടുത്തേക്ക് വന്നിട്ട് എന്താ വേണ്ടത്, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സൊസൈറ്റി ഇതുവരെ നമ്മൾ ആയിട്ടില്ല. ഇപ്പോഴും നമ്മളൊരു പെട്രിയാക്കൽ സൊസൈറ്റിയാണ്.
അപ്പോൾ ലേഡീസിന് പ്രഗ്നൻസി ടൈമിൽ എന്താ നമ്മുടെ ആവശ്യം, എന്താ നമുക്ക് വേണ്ടത്, നമ്മൾ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രഗ്നൻസിയിലെ കംഫർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഓഫീസിലും വീട്ടിലും നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചോദിച്ച് വാങ്ങിച്ചിരിക്കണം.